കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ നീക്കമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. പക്ഷേ ഇ.ഡിയെ പോലെ ഒരു അന്വേഷണ ഏജൻസി വെറും ഒരു രാഷ്ട്രീയ നീക്കത്തിന് മുതിരില്ല. കാരണം ഇ.ഡി ഇതുവരെ പിടികൂടിയപ്പെട്ട കേസുകൾ ഒന്നും തന്നെ പാഴായി പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് തന്നെ. ഇ.ഡി ഈ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ കേസിൽ പെട്ട അരവിന്ദ് കേജ്രിവാളിൻ്റെ സന്തത സഹചാരിയും വലങ്കയുമായ സിസോദിയയ്ക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. അതായത് ചെയ്തത് വലിയ കുറ്റകൃത്യവും കള്ളപ്പണം വെളുപ്പിക്കലുമായതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാത്തത്. കൂട്ടാളിയായ കെ കവിതയും പുറത്തിറങ്ങിയിട്ടില്ല. 15ഓളം പേരകത്താണ്. 2 മന്ത്രിമാരുൾപ്പെടെ 15ഓളം പേരകത്താണ്. ഈ അകത്തായവരൊന്നും പുറത്തെത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ പ്രാഥമികമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ ഇതൊക്കെയാണ്. ഗോവയിൽ നടന്ന മീറ്റിങ്ങുകളും അതിൽ ഹവാല ഓപ്പറേറ്റർമാരെ ഇടപെടുത്തിയതിലും ഉള്ള പങ്ക്. 2 വാട്സപ്പ് ചാറ്റുകൾ, വീഡിയോ കോളുകൾ, അരവിന്ദ് കേജ്രിവാൾ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളും. ഇതിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ, അതായത് രാഷ്ട്രീയപരമായി തന്നെ സഹപ്രവർത്തകരെ മാത്രമല്ല മദ്യ കുംഭകോണ രാജാവിനെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള അയാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ചാറ്റുകളും വീഡിയോ കോളുകളും. ഇ.ഡിയുടെ 9 സമൻസുകൾ കാരണമില്ലാതെ ഒഴിവാക്കി. അതിൽ പറഞ്ഞിരിക്കുന്ന കാരണം ഇ.ഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണ് എന്നാണ് കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വകുപ്പ് ഇതിലില്ല. അങ്ങനെ ഒരു പോലീസിൻ്റെയോ ഇല്ല മറ്റുള്ള സമൻസ് വരുമ്പോൾ അത് നിയമവിരുദ്ധമാണ്, തനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ ആർക്കും കഴിയുകയില്ല. CBI ഏറ്റെടുത്ത കേസ് പിന്നീട് ഇ.ഡിയിലേക്ക് നീങ്ങുകയായിരുന്നു. 9 സമൻസ് ഒഴിവാക്കിയത് കൂടാതെ ഈ ഇ.ഡിയുടെ സമൻസുകൾ നിരന്തരം റിജക്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ വളരെ അപഹാസ്യകരമായി മുൻപോട്ട് പോവുകയും ചെയ്തു. ഏതായാലും ഈ സമൻസ് റദ്ദാക്കിയതിന് 2 കേസുകൂടി ഇന്നലെ വേറെ അരവിന്ദ് കേജ്രിവാളിനെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അരവിന്ദ് കേജ്രിവാളിൻ്റെ പേര് ഈ കുറ്റപത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിട്ടുള്ള പേരും അരവിന്ദ് കേജ്രിവാളിൻ്റെതാണ്. നഗ്നമായിട്ടുള്ളൊരു അഴിമതി, കള്ളപ്പണം. ഇതിൻ്റെ പേരിൽ എന്ത് കോലാഹലം ഉണ്ടാക്കിയാൽ പോലും കള്ളൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.